ഹല്ലേലൂയ. മൈസൂർ സെൻറ്റ് ഫിലോമിനാസ് ദേവാലയത്തിൽ നിന്നും ഞാനിപ്പോൾ ബാംഗ്ലൂർ സെൻറ്റ് പാട്രിക് ചർച്ചിലാണ്. സെൻറ്റ് പാട്രിക്കിനെ കുറിച്ച് നമുക്കറിയാം. വലിയ അത്ഭുത പ്രവർത്തനായിരുന്ന തീക്ഷ്ണമായ ഒരു വിശുദ്ധനായിരുന്നു വിശുദ്ധ പാട്രിക്ക്. ആ വിശുദ്ധൻ്റെ നാമത്തിലുള്ള ദേവാലയത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ബാംഗ്ലൂരിലുള്ള ഏറ്റവും പഴക്കം ചെന്ന 1844 പണി പൂർത്തിയായ ദേവാലയമാണിത്. ബാംഗ്ലൂരിലെ ഏറ്റവും പഴക്കം ചെന്ന ദേവാലയമാണ്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇവിടെ ധാരാളം ആളുകൾ ഇവിടെ കടന്നു വരുന്നു. വിശുദ്ധ അന്തോണീസിൻ്റെ ഒരു കപ്പേളയും ഇവിടെ പണിതിട്ടുണ്ട്. നിത്യാരാധന ചാപ്പൽ ഇവിടെയുണ്ട്. ഇവിടെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഇവിടെ ധാരാളം ആളുകൾ ഇവിടെ കടന്നു വരുന്നതായിട്ട് പറയപ്പെടുന്നു. ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നതായിട്ട് ഇവിടെ പറയപ്പെടുന്നു. ദേവാലയത്തിൻ്റെ പ്രൗഢിയിലോ അതിൻ്റെ ഭംഗിയിലോ ആഡംബരത്തിലോ അല്ല നമ്മുടെ ജീവിതം ഇരിക്കുന്നത്. ക്രിസ്തു കാണിച്ചു തന്ന മാർഗത്തിലൂടെ നമ്മൾ നടക്കുകയും ആ മാർഗത്തിൽ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് സ്വർഗരാജ്യം ലഭിക്കുന്നത്. നമ്മൾ ഓരോ ദേവാലയങ്ങൾ സന്ദർശിക്കുമ്പോഴും ഓരോ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ജീവിതം എങ്ങനെ പരിവർത്തനപ്പെടുത്താൻ സാധിക്കും, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു എങ്ങനെ രൂപപ്പെടുന്നു, ഇത് മാത്രമായിരിക്കണം നമ്മുടെ ചിന്ത. എങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ. ഭാരതത്തിലെ എല്ലാ ദേവാലയങ്ങളിൽ ചെന്ന് ആ രാജ്യത്തിന് വേണ്ടി, ആ സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഓരോ നടക്കുമ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും എല്ലാം ഈ ജനതയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സഭയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇങ്ങനെ ഓരോ ദേവാലയത്തിലും ചെന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരു കൃപ നൽകി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ ദേവാലയത്തിൽ കൂടി സഞ്ചരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മുമ്പേ വന്ന മിഷണറിമാരൊക്കെ ഈ സ്ഥലങ്ങളിലൂടെ കടന്നു വന്നതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെയുള്ള ഈ ദേവാലയമൊക്കെ ഉണ്ടായത്. ക്രിസ്തുവിൻ്റെ ആ സന്ദേശം നമ്മളും ലോകം മുഴുവനും പകർന്നു കൊടുക്കുമ്പോൾ അവിടെ വിശ്വാസം വളരുകയും ക്രിസ്തുവിൻ്റെ ആ സ്നേഹം അനുഭവിച്ച് അറിയുവാൻ എല്ലാ ജനങ്ങൾക്കും സാധിക്കുകയും ചെയ്യും. ക്രിസ്തുവിൻ്റെ ആ സ്നേഹവും കരുണയും അനുഭവിച്ച് അറിയാത്തത് മൂലമാണ് നമ്മളിൽ പലർക്കും രാജ്യത്താണെങ്കിലും ഓരോ സ്ഥലത്തും ആളുകൾ വഴക്കടിക്കുന്നതും അതുപോലെ സ്വത്തിന് വേണ്ടിയിട്ട്, അധികാരത്തിന് വേണ്ടിയിട്ട് തമ്മിൽ തല്ലുന്നതുമല്ല. ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ
നമുക്ക് വഴക്കടിക്കാൻ തോന്നുകയില്ല. നമ്മൾ ഈ ലോകത്തിൽ കുറച്ച് നാളുകൾ മാത്രമേ ജീവിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഈ ലോകത്ത് എന്ത് സമ്പാദിച്ചാലും അവയെല്ലാം വിട്ടെറിഞ്ഞിട്ട് പോകേണ്ടവരാണ്. അപ്പോൾ ആ ക്രിസ്തുവിനോട് കൂടി നിത്യം വാഴുന്നതിനായിട്ടായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. ഹല്ലേലൂയ. ഏതൊക്കെ ദേവാലയങ്ങൾ സന്ദർശിച്ചാലും, നമ്മൾ മലയാറ്റൂർ പോലെയുള്ള വേളാങ്കണ്ണി പോലെയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചാലും നമ്മുടെ ഇടവക പള്ളിയിലുള്ള വിശുദ്ധ കുർബാന ആണ് ഏറ്റവും വലുത്. വിശുദ്ധ കുർബാനയിലാണ് ഈശോയുടെ പരിപൂർണ്ണ സ്നേഹം അടങ്ങിയിരിക്കുന്നത്. ആ വിശുദ്ധ കുർബാന ഇല്ലാതെ നമ്മൾ എവിടെ പോയിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമ്മുടെ ഇടവകപ്പള്ളിയിലെ വിശുദ്ധ കുർബാനയാണ്, നമ്മുടെ ഇടവകപ്പള്ളിയിലെ വിശുദ്ധ കുർബാന തന്നെയാണ് നമ്മൾ എപ്പോഴും ആദ്യമായിട്ട് മുൻതൂക്കം കൊടുക്കേണ്ടത്. എന്നിരുന്നാൽ പോലും നമുക്ക് നമ്മുടെ ആത്മീയമായ കാര്യങ്ങൾ, മേഖലകൾ വളർത്തുവാൻ വേണ്ടി നമ്മളിങ്ങനെയുള്ള ദേവാലയങ്ങൾ സന്ദർശിക്കുന്നത്, അവിടെ പോയി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഞാനിത് എൻ്റെ സ്വന്തം ആവശ്യത്തിനല്ല പ്രാർത്ഥിക്കുന്നത്, രാജ്യത്തിന് മുഴുവനും വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നത്. 3 വർഷം മുമ്പ് തന്നെ എടുത്ത തീരുമാനമാണിത്. ആ 3 വർഷമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഹല്ലേലൂയ.